അതിങ്ങനെ പറിച്ചിട്ട് ഏയ് സംഭവം പറിച്ചു കേട്ടാ. മുകളിൽ നിൽക്കണ സാധനം പറിച്ചെടുക്കാൻ വേണ്ടി ഇത് കണ്ടാ കഴിക്കുക. നല്ല ജ്യൂസ് കേട്ടോ. അപ്പോൾ അതിൽ പഴുത്തു ശരിക്കും. പഴുക്കുമോ? ഇത്രയും മതി കണ്ടോ? അത് കണ്ടപ്പോ ഇത് കളർ കണ്ടപ്പോ ഞാൻ വിചാരിച്ച ഇത്ര പെർഫെക്റ്റ് അല്ലെന്ന്. പക്ഷെ ഇത് നോക്കി ഇങ്ങനെ ഇരിക്കണം അല്ലേ. ഒന്ന് കടിച്ചു നോക്കി. കടിക്കാൻ പറ്റുള്ള. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗ്രോ ട്രാവൽ. ഞാൻ ഇന്ന് നിൽക്കുന്നതേ ബിൻമിൽ ഓർക്കിഡ് എന്ന് പറഞ്ഞ ഒരു ഫാമിലാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ബെറീസ് പിക്ക് ചെയ്യണ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $19 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ബക്കറ്റ് ഫുള്ള് ബെറി പറിച്ചിറങ്ങാമായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻട്രി ഫീയും എല്ലാം കൂടെ കൂടിയായിരുന്നു. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആപ്പിൾ കണ്ടില്ലേ, മുഴുവൻ ആപ്പിളാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ആപ്പിളിൻ്റെ ഫാം ഷൂട്ട് ചെയ്യാൻ വന്നേക്കുന്നത്. അത് കണ്ടോ, അടിപൊളി ആപ്പിൾ ഉണ്ടായി കിടക്കുകയാണ്. അപ്പോൾ ഈ ആപ്പിൾ നമ്മൾ പറിച്ച് കഴിഞ്ഞാൽ KGക്ക് കിലോയ്ക്ക് $5 നമുക്ക് പേ ചെയ്യണം കേട്ടോ ഇവിടെ. പിന്നെ ആവശ്യമുള്ള ആപ്പിൾ പറിച്ച് കഴിക്കാം. പക്ഷേ നമുക്കറിയാലോ എന്തോരം കഴിക്കാൻ പറ്റുന്നു. 1-2 ആപ്പിൾ കഴിക്കുമ്പോഴേക്കും നമ്മൾ വയറിറങ്ങി. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണത്. പിന്നെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വരാം. നമുക്കിപ്പോൾ ഈ കൗണ്ട് ഡൗണിൽ, ഇവിടുത്തെ കൗണ്ട് ഡൗണും അതർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെ സീസണാണ്. അപ്പോൾ വലിയ റേറ്റ് ഒന്നുമില്ല. ഇവിടെ $5 കൊടുക്കണതിന് നമുക്ക് അവിടെ നല്ല ആപ്പിൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ മെയ് വരെ ആപ്പിളിൻ്റെ ഒരു സീസണാണ്. മെയ് കഴിഞ്ഞാലും ഈ വിൻ്റർ മുഴുവനും ആപ്പിളിൻ്റെ സീസണാണ്. അപ്പോൾ നല്ല റേറ്റ് കുറച്ച് നമുക്ക് ആപ്പിൾ കിട്ടും ഇവിടെ. ബെറീസിൻ്റെ ഏകദേശം സീസണൊക്കെ കഴിഞ്ഞു. ഇത് കണ്ടില്ല, നമ്മൾ അടിപൊളി ആപ്പിളാണ്. ഇത് കണ്ടേ, ഇങ്ങനെ നമ്മൾ ഇതുവരെയായിട്ട് അടുത്തിത്ര ഞാൻ ഇവിടെ വന്ന പിന്നെ കണ്ടിട്ടില്ല. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ പറിച്ചെടുക്കാം. പിന്നെ നമുക്കൊരു തോട്ടിതേ ഇവിടെ ഒരു സാധനം പറിക്കാൻ തന്നിട്ടുണ്ട്, പിക്ക് ചെയ്യാനുള്ള സംഭവം തന്നിട്ടുണ്ട്. ഇതേ ഇതിപ്പോൾ ടോപ്പിൽ കിടന്ന സംഭവമൊക്കെയാണ്. ഇതിങ്ങനെ പറിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ പറിച്ചിട്ട് ഏയ് സംഭവം പറിച്ചു കേട്ടോ. മുകളിൽ നിൽക്കണ സാധനം പറിച്ചെടുക്കാൻ വേണ്ടി ഇത് കണ്ടോ കഴിക്കുക. നല്ല ജ്യൂസ് കേട്ടോ. അടിപൊളി ആണ്ടോ സംഭവം. നമുക്ക് വെറുതെ ഇന്ന് കുറേ നേരം, എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ, എന്നിട്ട് നമുക്ക് വെറുതെ കറങ്ങി വന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പറിച്ച് അവിടെ തൂക്കിയിട്ട് നമുക്ക് ഇവിടെ ന്യൂസിലാൻഡിൽ തന്നെ എനിക്ക് തോന്നുന്ന ഇതൊക്കെ മരുന്നൊക്കെ അടിക്കുന്നത് കുറവാണ്. ഇതിപ്പോൾ ഇതിലൊരു പൊടിയോ ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഈസി ആയിട്ട് നമ്മൾ നാട്ടിൽ പേരയ്ക്കൊക്കെ കഴിക്കണവരെയാണ് ഇവിടെ ആപ്പിൾ കഴിക്കുന്നത് കേട്ടോ. ബക്കറ്റ് ഇത് ഞങ്ങളൊരു ബക്കറ്റ് അവിടെ നിന്ന് എടുത്തുകൊണ്ടെന്നാണ്. അപ്പോൾ എൻട്രിയിൽ നമ്മൾ പുള്ളിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. പിന്നെ ഇവിടെ പിയർ ഉണ്ടെന്ന് പറയട്ടെ. പിയർ എവിടെയാണെന്ന് അറിയില്ല. നമ്മൾ ഇവിടെ നിന്ന് നടക്കണുള്ളൂ. നമുക്ക് ഇവിടെ കുറച്ച് വേറെ വെറൈറ്റി ആപ്പിളുകളുണ്ട് കേട്ടോ. അതൊക്കെ കാണാട്ടോ നമുക്ക് എന്തായാലും. എന്ത് പറയണം, എങ്ങനെയുണ്ട്? സൂപ്പറാ, കൊള്ളാം. നല്ല മധുരമുണ്ട് ആപ്പിൾ, നല്ല മധുരമുണ്ടല്ലോ. അതെയോ, കാണിച്ചോ കേട്ടോ. വേണ്ട, എടാ ഇത് നല്ലതാണോ? ഇതൊക്കെ നല്ല ചുമന്ന് കിടക്കണം കേട്ടോ ആപ്പിള്. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? നല്ല ജ്യൂസിയാണ്, നല്ല മധുരമുണ്ട്. ഓക്കെ, എനിക്കൊന്ന് കടയിൽ നിന്ന് വിളിക്കുന്നേക്കാൾ നല്ല മധുരമുള്ള ആപ്പിള് കിട്ടുന്നുണ്ട്. നമ്മൾ ആ പൈസ കൊടുക്കുന്നതിന് വെറുതാണ്. 5 രൂപ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ഡിഫറെന്റ് എക്സ്പീരിയൻസ് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു കുറച്ച് നേരം പിള്ളേർക്കൊക്കെ രസമായിരിക്കും ഒന്ന് പറിച്ച് കഴിക്കുക. നമുക്ക് കൈയെത്തും ദൂരത്ത് ഇങ്ങനെ പറിച്ച് തിന്നത്തില്ല. നമ്മുടെ നാട്ടിലെ പേരൊക്കെ പറിച്ച് തിന്നുന്ന പോലെ നമുക്ക് ഇതിങ്ങനെ കൈയെത്തും ദൂരത്ത് ഇങ്ങനെ പറിച്ച് തിന്നാം.
ഇവിടെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ ട്രീ ശരിക്കും അവർ പ്രൂൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രൂൺ ചെയ്ത് ഒരു സ്ഥലത്തുനിന്നും പ്രൂൺ ചെയ്ത് നിർത്തിക്കണം. അതുകൊണ്ടോ കട്ട് ചെയ്ത് നിർത്തിയിട്ട് എവിടേക്ക് ഇത് അവിടെ മാത്രമാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് കുറച്ചും കൂടെ പ്രൂൺ ചെയ്യും. ഇതാണ്ടോ നല്ല തിക്കായിട്ടാണ് ആ സംഭവം ഉണ്ടായിരിക്കണം കേട്ടോ ഇവിടെ. സി അടിപൊളി സാധനം. അടിപൊളി സാധനം കണ്ടാ. നമ്മളിത് ഇവിടെ വന്നു കഴിഞ്ഞാലേ ഇവിടെ പിയറിൻ്റെ ഒരുപാട് ട്രീ കേട്ടോ. ഈ ഒരു ലൈൻ മുഴുവൻ പിയറാണ് വെച്ചാണ്. ഇതാടാ ഇവിടെ ഇത് പിയർ നമുക്ക് ഞാൻ ചവയ്ക്കണ സൗണ്ട് ചിലപ്പോൾ കേൾക്കാട്ടോ അതിലോ. പക്ഷേ ഇതൊക്കെ പിയർ ഉണ്ടോ ഫ്രഷ് പിയർ. ഫ്രഷ് പിയർ ഇതും കഴിക്കാം. ഇത് നമ്മുടെ പേരക്കൊക്കെ ഇതേ ഒരവസ്ഥയാണ് നാട്ടിലല്ല. പേരക്ക കിട്ടണമാതിരി നമുക്ക് ഇവിടെ കിട്ടാത്ത കുറേ ഫ്രൂട്ട്സുകളും ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ മാംഗോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ കിട്ടില്ല. അതുമാതിരി തന്നെ അല്ലേ ഒരുപാട് സാധനങ്ങൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലും കിട്ടില്ല. ആപ്പിൾ വീണ് കിടക്കുന്നു. അയ്യോ എന്തൊരു മധുരം തന്നെ. ഇതിങ്ങനെ ഇരിക്കണമെങ്കിലും ഭയങ്കര മധുരം കേട്ടോ. ഒരു രക്ഷയില്ല. ഓ കഴിക്കാൻ തോന്നുന്നില്ല. നമുക്ക് പിയർ കുറച്ചുകൂടാ. ഇത് മധുര നല്ല. ഞാൻ പറഞ്ഞ അത് ആ ഇപ്പുറത്തെ അല്ല ഇപ്പുറത്തെ അത് തന്നെ. അപ്പോൾ അതിന് പഴുത്തു ശരിക്കും. പഴുക്കുമോ? ഇത്രയും മധുരം ഉണ്ടോ? അല്ല അത് കണ്ടപ്പോ ഇത് കളർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എത്ര പെർഫെക്റ്റ് അല്ലെന്ന്. പക്ഷെ ഇത് നോക്കി ഇങ്ങനെ ഇരിക്കണം അല്ലേ. ഒരു നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്ന ടൈപ്പ് അല്ല അല്ലേ. ഇവിടെ ഒരു വേറെ വെറൈറ്റി ആണ്. പക്ഷെ ഭയങ്കര മധുരം അല്ലേ. ഇത്രയും മധുരമുള്ള പിയർ ഞാൻ കഴിച്ചിട്ടില്ല സത്യം പറയാ. പിയറൊരു നമ്മളിപ്പോ അടിച്ചാലും അതിനൊരു അല്ലേ. നിങ്ങൾ ന്യൂസിലാൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയാണ്. പറിച്ച് നിങ്ങൾ ജ്യൂസി ആയിട്ടുള്ള അപ്പളും ജ്യൂസി ആയിട്ടുള്ള പിയേഴ്സും. ഇനി എന്തൊക്കെയുണ്ടെന്ന് അറിയത്തില്ല, ഞാൻ ചെല്ലുമ്പോൾ അറിയാം. പക്ഷെ ഇത് രണ്ടും അടിപൊളിയാണ് ഇവിടുത്തെ. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ആപ്പിളിനൊക്കെ നല്ല പിയർ നമുക്ക് കുറച്ച് പറിക്കാം എന്തായാലും. ഇതൊന്ന് പിടിച്ചേ. ഞങ്ങൾ കുറച്ച് പിയർ പറിക്കാം കേട്ടോ. പഴുത്ത് പറിക്കാം. ഇവിടെ കുറേ വേസ്റ്റ് ആക്കുന്നുണ്ട്. അതാണ് അതുണ്ട് കുറേ ഉണ്ട്. നല്ല ആപ്പിളുകളൊക്കെ നോക്കി അതിപ്പോൾ വേസ്റ്റ് ആക്കണ താഴെ ചാടി പോകും എന്തായാലും. കുറേ ആൾക്കാർ അത്യാവശ്യം. അപ്പോൾ ഇതിപ്പോൾ നമുക്കിവിടെ $5 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 250 റുപ്പീസിൻ്റെ അതാണ് വരുന്നത്. ഇതൊരു വേറെ പിയറാന്ന് തോന്നുന്നു കേട്ടോ. ഇത് വേറെയാന്ന് തോന്നുന്നു കേട്ടോ ജിയോ. ഇത് ഇത്തിരി ഇത് ചെറുതാണ്. ഇത് ഇത്തിരി ചെറുതാണ്. ആ പിയറുണ്ട്. ആ പിയറിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതാണ് ഇത് ഇത്തിരി വലുതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. ഈ പിയറിനെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് മറക്കാം. ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇത് വേറെ ഇതാണ്ട്. ഇത് ഇത്തിരി വലിപ്പമുള്ള ഇത് നോക്കി. ഇത് വലിപ്പമുള്ള പിയറുണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കി. എനിക്ക് വയ്യ വയറ് പറഞ്ഞു. അയ്യോ നല്ല ഭയങ്കര മധുരം. നല്ല മധുരം. നമുക്കത് കഴിച്ച് വയറ് അറിഞ്ഞു കേട്ടോ. രാവിലെ ഫുഡ് കഴിക്കണ്ടായിരുന്നല്ലേ. ഞങ്ങൾ രാവിലെ പുട്ടും പയറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അല്ലേ ഒന്നും കഴിക്കണ്ടായിരുന്നു. ഒന്നും കഴിക്കണ്ട.
നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ? നല്ല ഞങ്ങൾ വരുന്ന വഴി നല്ല അടിപൊളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗുഡ് പ്ലാനറ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ബെറീസ് ആ ഒരു വഴി തന്നെയാണ്. അവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ വീണ്ടും ഉള്ളിലേക്കുണ്ട്. ഇത് വെസ്റ്റ് ഗേറ്റ് ആ വഴിയാണ് നമ്മൾ വന്നല്ലേ? വെസ്റ്റ് ഗേറ്റ് വരുന്നവർക്ക് സ്ട്രൈറ്റ് പോന്നാൽ മതി. ഹൈവേ വഴിയാണ്, അവിടെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിൻ്റെ പേരായിരുന്നു വിൻമിൽ ഓർക്കിഡ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ സംഭവങ്ങൾ. എന്തായാലും പിയർ പല വെറൈറ്റി പിയറാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് വേറെ ടേസ്റ്റാണ് കുറച്ച്. ഇവിടുത്തെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ വലിപ്പം കണ്ടോ നോക്കി. ആപ്പിൾ മാത്രമല്ല കണ്ടോ, ഇത്രയും വലിപ്പമുള്ള പിയറാണ് ഇത് പഴുത്ത് കണ്ടോ. പഴുക്കുമ്പോൾ ഇത് ഒരു കളർ ഉണ്ട് കേട്ടോ. കേട്ടോ അടിപൊളി സാധനം. ഇത് പറഞ്ഞ് ഞാൻ പറിക്കാം കേട്ടോ. ഇതൊന്നോ ഇതും വേറൊരു, പക്ഷെ ഇതിന് അതിൻ്റെ അത്ര മധുരമില്ല കേട്ടോ. ഇതങ്ങോട്ട് നമ്മൾ ചക്കപ്പഴം കഴിക്കില്ല അതുമാതിരി അങ്ങനെ ഇറങ്ങി പോവാം. നൈസായിട്ട് ഇറങ്ങി പോകണം. അതെ വെറുതെ ഇങ്ങനെ കടിച്ചെടുക്കുക. പക്ഷെ മധുരം കുറവാണ് കേട്ടോ. അതിന് ഭയങ്കര മധുരം. ഇത് ഇത്തിരി വലിപ്പം കൂടിയ സാധനമാണ്. അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ജിജിനുണ്ട്, പിന്നെ ജിജിൻ്റെ കുട്ടിയുണ്ട്. ഞങ്ങളിങ്ങനെ വന്നതാണ്. ഒരു ആപ്പിളിനാണ് എല്ലാവർക്കും ആ ഒരു കളർഫുൾ ആയതുകൊണ്ട് എല്ലാവരും ആപ്പിളിലേക്കാണ്. ടേസ്റ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിയറാണ് കേട്ടോ. പിയറിൽ വെറൈറ്റി ആയിട്ടുള്ള പിയറുകളാണ്. എവലിന് ആപ്പിൾ ഇഷ്ടമാണോ? ആപ്പിൾ ഇഷ്ടമാണോ? ആപ്പിൾ ഇഷ്ടമാണോ? ആപ്പിൾ ഇഷ്ടമാണോ എന്ന് പറഞ്ഞാൽ പറിച്ചേച്ചി ചെല്ലു പറക്കിയതേ ഇഷ്ടമാരൊക്കെ ഇതേക്കണോ ബാ എത്തില്ലേ? അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. പറഞ്ഞോ ഒന്ന് കടിച്ചു നോക്കി. അടിക്കാൻ പറ്റില്ല, അത് ഭയങ്കര സ്ട്രോങ് അല്ലേ. ജിജിന് എങ്ങനെയുണ്ട് സംഭവം? കുഴപ്പമില്ല. ആപ്പിൾ എങ്ങനെയുണ്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടണായിട്ട്? കുറെ ഇനങ്ങളുണ്ട് ഇവിടെ, അതാണ്. എല്ലാ ഇനങ്ങളും നമുക്കറിയില്ല. അതുകൊണ്ടാണ്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഇത് ദൂരം ഉണ്ടായി കിടക്കണമെന്ന് നോക്കിയേ, നല്ല രസമായിട്ടുണ്ടായി കിടക്കണോ. ഇത് ദൂര കൊല കുത്തി ഉണ്ടായിക്കെന്ന് പറയാം. ആദ്യം കിടക്കുന്നിടത്തൊക്കെ ആൾക്കാർ ഒരുപാട് പറിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അല്ലേ. ആർച്ചുണ്ടായി കിടക്കണം നല്ല രസമായിട്ട്. ആഹാ ബോട്ടായി. ഇവിടെ മാത്രമല്ല ഉള്ളു കേട്ടോ, തൊട്ടപ്പുറയുണ്ട്. അത് പറയാം. എല്ലാം അതിന് ഓരോ എണ്ണമുണ്ട്, അത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് വ്യത്യാസമുണ്ട് ഇത്തിരി. അല്ലല്ല, വ്യത്യാസമുണ്ട്, അതിന് വ്യത്യാസമുണ്ട്. വേറെ സാധനം ഇതിനായിട്ട് നല്ലതാ. ഇതാ നല്ലത്. ഫ്രണ്ട്സ് ഞങ്ങൾ കുറേ ആപ്പിൾ പറിച്ചു. പിയർ പറിച്ചോ? പിയർ അടിയിലുണ്ട്. ഓക്കെ, ഞങ്ങൾ ഇനി വിടുകയാണ് കേട്ടോ. Two people. എന്താ ചേഞ്ച് ഉണ്ടോ അതിൻ്റെ? $25 ആണ് ടയർ. 2 പേർക്ക് $5 $10 അത്. ബാക്കി നമ്മുടെ സാധനങ്ങളും ഇത് മേടിച്ചതിൻ്റെ ആണ് കേട്ടോ.
കാർഡ് പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ അവിടെ. ആദ്യം അതിലെഴുതുന്ന സൈറ്റിൽ എഴുതുന്ന കാർഡ് പേയ്മെൻ്റ് ഇല്ല എന്നാണ്. താങ്ക് യു. ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാവർക്കും ബൈ ബൈ, സീ യു.